ഹോ അമ്മ, ഞാനങ്ങ് വല്ലാണ്ട് പേടിച്ചു പോയായിരുന്നു അന്നേരം. ഇപ്പഴാ ഒന്ന് സമാധാനമായത്. അമ്മ പറഞ്ഞില്ലേ മോനോട് ഒറ്റയ്ക്ക് എവിടെയും പോവില്ലെന്ന്? അല്ലെങ്കിൽ ഇവൻ പറഞ്ഞാ കേക്കില്ല. ആഹാ, വീണ്ടും അടിക്കാണോ? എടി ചേച്ചി, നിനക്ക് സന്തോഷമായിരുന്നോ? പോടാ, എനിക്ക് സന്തോഷമൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്നെ അനിയനെ ഭയങ്കര ഇഷ്ടമാണ്, നിന്നെ പോലൊന്നും അല്ല. ആണോ അമ്മ? ഇവള് കരയുമായിരുന്നു. അമ്മയോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അമ്മയും കരച്ചിലായിരുന്നു, നിന്റെ ചേച്ചിയും കരച്ചിലായിരുന്നു. പിന്നെ എൻ്റെ കൊച്ചിനെ കാണാതെ പോയി എനിക്ക് വിഷമം വരില്ലേ? അച്ഛാ, എനിക്കൊരു ഡ്രസ്സ് എടുത്തു തരുമോ? എടുത്തു തരാൻ പോണേ, 2-3 ദിവസം കഴിയട്ട്. ചേട്ടാ, എങ്കിൽ നമുക്കിനി പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാലോ? ഓ, ഇത് അമ്മ തന്നെയാണോ പറയുന്നത്? അതാടാ ഞാനും നോക്കിയത്. അമ്മയ്ക്ക് എന്ത് പറ്റി? നിങ്ങൾ എന്നെ അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട കേട്ടോ. അതിനെന്താ, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമല്ലോ. ഇവിടെ അടുത്തൊരു നല്ല ഹോട്ടലുണ്ട്, നമുക്ക് അവിടെ ഇറങ്ങി കഴിക്കാം. ആ ചേട്ടാ, അത് മതി. ഇതെന്താ വെച്ചാ പ്ലേറ്റ് മാത്രമേ ഉള്ളൂ? അവര് ചൂടോടെ നല്ല ഫുഡാ കൊണ്ടുതരുന്നത്, അവരുണ്ടാക്കിയിട്ടേ കൊണ്ടുതരത്തോളൂ. ഓ, അതുകൊണ്ടാണോ ചേട്ടൻ ഞങ്ങളെ ഈ ഹോട്ടലിൽ തന്നെ കൊണ്ടുവന്നത്? അമ്മമ്മക്ക് എന്തെങ്കിലും മേടിക്കണം അച്ഛാ. അതെന്താ വെച്ചാ എന്റെ സാധനം വരാത്തത്? അതിപ്പോ വരും, ആദ്യം ആ ജ്യൂസ് കുടിക്ക്. അയ്യേ, നിനക്ക് ഇതുവരെ വന്നില്ല. അയ്യയ്യേ, നീ പോടെ, എന്റെ ഫുഡ് വന്നല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ ഇവിടുത്തെ ഫുഡ്? നല്ല ചൂടും ഉണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. പെട്ടെന്ന് കഴിക്കും പിള്ളേരെ, വീട്ടിൽ പോണ്ടേ? കൊള്ളാലോ, അമ്മ കഴിച്ചു വന്നപ്പോ ഞങ്ങൾക്ക് കഴിക്കാൻ സമയം തരത്തില്ലേ അമ്മ? പിള്ളേർക്ക് പയ്യല്ലേ കഴിക്കാൻ പറ്റൂ കാവ്യ, അവര് പയ്യെ കഴിക്കട്ടെ. ഞാൻ പോയി ബില്ല് ചെയ്യട്ടെ. ആ ചേട്ടൻ പോയി ബില്ലി. അമ്മ, ഞാനും കഴിച്ചു തീർന്നു. കണ്ടോ, ഇവൻ പയ്യെ കഴിക്കും. ഇവന് വേണ്ടെങ്കിൽ എന്തിനാ മേടിക്കുന്നേ? നീയാണോ പറയുന്നത് എനിക്ക് വേണ്ടെന്ന്? ആ, ഇനി ഇവിടെ നിന്ന് അടി കൂടാനാണെങ്കിലാ. ഞാൻ അടിയൊന്നും കൂടുന്നില്ലേ, ഞാൻ കഴിച്ചു തീർന്നു. ബാങ്കി നമുക്ക് പോവാം. രാവിലെ ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്. അതിനിപ്പോ എന്താ, വീട്ടിൽ തന്നെയല്ലേ പോണത്? അമ്മ, എനിക്ക് അമ്മ എടുത്തിരിക്കണം. അവിടെ ഇരിക്കും മോളെ, ഇപ്പൊ എത്താറായല്ലോ. പറ്റത്തില്ല, എനിക്ക് അമ്മ എടുത്തിരിക്കണം. നീ അവിടെ ഇരുന്നാ മതി, ഞാൻ വരെ ബാക്കിലായിരിക്കുന്നത്. നീ ബാക്കിൽ ഇരിക്കുന്ന പറഞ്ഞ് ഞാൻ ബാക്കി ഇരിക്കണോ? നീ നേരത്തെ ഫ്രണ്ട് ഇരുന്നപ്പോ ഞാൻ ബാക്കിലല്ലേ ഇരുന്നേ, ഇനി ഞാൻ ഫ്രണ്ട് ഇരിക്കട്ടെ? പിള്ളേരെ അടി കൂടാതെ മോൾ ഇറങ്ങി ഫ്രണ്ട് ഇരിക്കെങ്കി. എങ്കിൽ എനിക്ക് ഫ്രണ്ട് ഇരിക്കണം. ആഹാ, രണ്ടുപേരും കൂടെ അടി കൂടിയാ എങ്ങനെ ശരിയാവും? എങ്കിൽ പിന്നെ നിങ്ങൾ എൻ്റെ ഫ്രണ്ട് ഇരി, ഞാൻ ബാക്കിൽ അങ്ങ് ഇരിക്കാം. അത് പറ്റത്തില്ല അമ്മ, അമ്മയുടെ കൂടെ എനിക്ക് ഇരിക്കണം ഫ്രണ്ടില്. എനിക്കും ഇരിക്കണം. രണ്ടുപേരും കൂടെ എങ്ങനെ ഫ്രണ്ട് ഇരിക്കാനാ? ഒരാള് വന്നിരിക്കുക. നേരത്തെ മോനല്ലേ ഇരുന്നേ, ഇനി അമ്മ ഇരിക്കട്ടെ. അല്ലെങ്കിലും അച്ഛന് അമ്മൂനെ ഇഷ്ടം, എന്നെ ഇഷ്ടമല്ല. ആന്നടാ, എന്നെ ഇഷ്ടം. നീ അല്ലേ നേരത്തെ ഫ്രണ്ടിലിരുന്നേ, ഇനി ഞാനിരിക്കട്ടെ? എങ്കിൽ അമ്മ വന്ന് ഫ്രണ്ടിലിരിക്ക്. ഇപ്പൊ സന്തോഷമായല്ലോ. ആ, എനിക്ക് സന്തോഷമായി. ഓഹോ, അവള് മാത്രം സന്തോഷിച്ചാൽ മതി. അല്ലേലും അമ്മയ്ക്കും അച്ഛനും അമ്മൂനോടാ സ്നേഹം. വീടെത്താറായി, ഇനിയെങ്കിലും നിങ്ങളുടെ അടിയൊന്ന് കുറയ്ക്കാവോ? അമ്മ അമ്മ എന്തിനാണ് ചെറുക്കാൻ നീ കിടന്ന് അലർന്നേ? ഞാൻ വരുമല്ലോ. അമ്മ കഴിച്ചായിരുന്നോ വല്ലോ? ഓ, ഞാൻ കഴിക്കുന്നോ ഇല്ലയോന്നും നിങ്ങൾക്ക് അറിയണ്ടല്ലോ, നിങ്ങൾക്ക് അങ്ങ് പോയാ പോരെ. അമ്മ, ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നല്ലോ പോയത്, അമ്മ എടുത്ത് കഴിച്ചില്ലേ? എന്തുവാടെ ചെറുക്ക ഇത്ര താമസിച്ച നിങ്ങള്? ഞങ്ങള് പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിച്ചല്ലോ. അല്ലെങ്കിൽ ഒരു അമ്മ വീട്ടിലുണ്ട്, അമ്മയ്ക്കൂടെ കുറച്ചെന്തെങ്കിലും മേടിച്ചോണ്ട് വരാം. അങ്ങനെ ഒരു വിചാരമേ ഇല്ല ഇവർക്ക്. നീ ഒരു പെങ്കോന്തനാടാ. അമ്മ, എന്തിനാ അമ്മ ഇങ്ങനൊക്കെ പറയുന്നത്? അമ്മ പുറത്തുനിന്ന് ഫുഡ് അധികം കഴിക്കില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ മേടിക്കാഞ്ഞത്. ഞാൻ കഴിക്കില്ലാതെ ഇരിക്കട്ടെ, നിനക്ക് മേടിച്ചോണ്ട് വരായിരുന്നല്ലോ. ഞാൻ എങ്കിൽ ഇപ്പൊ പോയി മേടിച്ചോണ്ട് വരാം അമ്മ. എടാ കൊച്ചേ, നിക്ക്, എനിക്കെങ്ങും വേണ്ടിനി. അമ്മക്ക് ഞാൻ വീട്ടിലെ ഫുഡ് എടുത്തു തരാം, ബാ.